പ്രണയപൂർവം നിനക്കായി ഞാൻ ഭാഗം 40. അല്ല സണ്ണി, നീ ആനന്ദിനെ വിളിച്ചോ? അലക്സ് ചോദിച്ചു. വിളിച്ചു. തിരക്കാണ്, ഇവിടെ ഇല്ല എന്നൊക്കെയാണ് പറയുന്നത്, സണ്ണി പറഞ്ഞു. ഞാനും വിളിച്ചു നോക്കാം, എന്താ പറയുന്നതെന്ന് അറിയാലോ, അലക്സ് പറഞ്ഞു. എന്തായാലും നീ വൈകിട്ട് ഇങ്ങോട്ട് വാ, എന്നിട്ട് വിളിക്കാം, സണ്ണി പറഞ്ഞു. എന്നാൽ ശരിയടാ, വൈകിട്ട് കാണാം എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞ സണ്ണി കാണുന്നത് മുകളിൽ നിന്നും കുഞ്ഞുങ്ങളെ നോക്കി നിൽക്കുന്ന ഒരു സ്ത്രീയെയാണ്. അവരുടെ മുഖം സണ്ണി ആദ്യമായിട്ട് നേരിട്ട് കണ്ടു. അവൻ്റെ കണ്ണുകൾ ഒന്ന് വിടർന്നു. അവൻ അവരെ തന്നെ നോക്കി നിന്നു. കുഞ്ഞുങ്ങളെ മതിമറന്ന് നോക്കി നിന്ന അവർ അവരെ തന്നെ നോക്കി നിൽക്കുന്ന സണ്ണിയെ കണ്ടില്ലായിരുന്നു. ഇച്ഛായ എന്ന് വിളിച്ചുകൊണ്ട് ഗൗരി അവൻ്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അവൻ തിരിഞ്ഞു നോക്കിയത്. കയ്യിൽ ഒരു ട്രേയുമായിട്ട് വരികയാണ് ഗൗരി. അവൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കി. ആ സമയം കൊണ്ട് അവർ അവിടെ നിന്ന് മാറിയിരുന്നു. എന്താ ഇച്ചാൻ അങ്ങോട്ട് നോക്കി നിന്നത്? ഗൗരി അവൻ നോക്കിയ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഏയ്, അത് ആ മുകളിൽ നിൽക്കുന്ന ആ ചെടി കാണാൻ നല്ല ഭംഗിയില്ലേ, അത് നോക്കിയതാ, സണ്ണി പറഞ്ഞു. ഞാനും വന്നപ്പോൾ നോക്കി, നന്നായിട്ടുണ്ടല്ലേ, അവളും പറഞ്ഞു. അതെ, സംസാരമൊക്കെ പിന്നെ ആകാം, ആ ചായ ഇങ്ങോട്ട് തന്നെ, നല്ല വിശപ്പുണ്ട് എന്ന് റോസ്മേരി പറഞ്ഞതും എൻ്റെ ദൈവമേ, നീ എത്രമാത്രം ഫുഡ് കഴിച്ചതാ? എന്നിട്ട് 2 മണിക്കൂർ പോലും ആയില്ലല്ലോ, അപ്പോഴേക്കും നിനക്ക് വിശക്കുന്നോ? സെബി, ഇവൾക്ക് ഭക്ഷണം മേടിക്കാനായിട്ട് നീ ലോൺ എടുക്കാൻ വേണ്ടി ഇപ്പോഴേ അപേക്ഷ കൊടുത്തോ? അല്ലാതെ നിന്റെ ശമ്പളം കൊണ്ട് മാത്രം ഇവൾക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ മുതലാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ജോൺ പറഞ്ഞു. ഞാനും അത് ആലോചിക്കുന്നുണ്ട്. ഇവളുടെ ഭക്ഷണം കഴിക്കൽ കണ്ടിട്ട് എനിക്കും സത്യത്തിൽ പേടി തോന്നുന്നുണ്ട്, സെബി പറഞ്ഞു. അപ്പോഴേക്കും അന്നക്കുട്ടിയും അമ്മച്ചിയും സ്നാക്സും മുളക് ബജ്ജിയും എല്ലാമായിട്ട് വരുന്നുണ്ട്. അതെ, ഇവളുടെ അടുത്ത് നിന്ന് കുറച്ച് മാറ്റി വയ്ക്കുന്നതായിരിക്കും നല്ലത്. ഇവൾക്ക് വിശപ്പിൻ്റെ അസുഖമുണ്ട്, അതുകൊണ്ട് ചിലപ്പോൾ കണ്ണടച്ച് തുറക്കുമ്പോഴേക്കും ഇത് തീരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും എടുത്തിട്ട് ബാക്കി ഉണ്ടെങ്കിൽ ഇവൾക്ക് കൊടുത്താൽ മതി, സെബി പറഞ്ഞു. നീ പോടാ, ഞാൻ കഴിക്കും, എനിക്ക് വിശന്നിട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് അന്നക്കുട്ടിയുടെ പാത്രത്തിൽ നിന്നും ഒരു ബജ്ജി എടുത്ത് അവൾ കടിച്ചു. അവരെല്ലാവരും സംസാരിച്ചും തമാശ പറഞ്ഞും എല്ലാം അവിടെ ഇരുന്ന് ചായ കുടിച്ചു. സണ്ണി അപ്പോഴും ആ വീടിന് അഭിമുഖമായിട്ടാണ് ഇരുന്നത്. അവൻ്റെ കണ്ണുകൾ ഇടയ്ക്കിടെ അവർ നേരത്തെ നിന്ന ഭാഗത്തേക്കും അവിടെയുള്ള ഓരോ വിൻഡോ കർട്ടൻ്റെ അടുത്തേക്കും പോകുന്നുണ്ടായിരുന്നു. അവൻ ഉറപ്പായിരുന്നു അവിടെ എവിടെയെങ്കിലും ആ സ്ത്രീ ഉണ്ടാകുമെന്ന്. എല്ലാവരും ചായയെല്ലാം കുടിച്ചു കഴിഞ്ഞതും പിന്നീട് എല്ലാവരും കിച്ചൺ ജോലിയിലേക്ക് പോയി. സണ്ണിയും ഗൗരിയും മക്കളെയും കൊണ്ട് റൂമിലേക്കും. അവരെ 2 പേരെയും ചൂടുവെള്ളം വെച്ച് കുളിപ്പിച്ചതിന് ശേഷം ഡ്രസ്സെല്ലാം ഒടുപ്പിച്ചുകൊണ്ട് താഴേക്ക് വന്നു. അവരെ റോസ്മേരിയുടെയും സാന്ദ്രയുടെയും അടുത്താക്കിക്കൊണ്ട് ഗൗരി കിച്ചണിലേക്ക് ചെന്നു. അവിടെ അമ്മച്ചിയും അന്നക്കുട്ടിയും ചേട്ടത്തിയും എല്ലാം എന്തൊക്കെയോ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പുറകുവശത്ത് കുര്യച്ചൻ ചേട്ടൻ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് മുളക് തൈ നടന്നതാണെന്ന് അവൾക്ക് മനസ്സിലായി. ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നോ? അവൾ കണ്ടതും ചോദിച്ചു. പിന്നെ അത്യാവശ്യം മുളക് തൈയും തക്കാളി അങ്ങനെയുള്ളതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറച്ച് നാൾ നമ്മൾ ഇവിടെ ഉണ്ടായില്ലേ, അപ്പോഴേക്കും നട്ടു വളർത്താം, ഉപകാരപ്പെട്ടാലോ ആർക്കെങ്കിലും എന്ന് കുര്യച്ചൻ ചേട്ടൻ ചോദിച്ചതും അവളൊന്ന് പുഞ്ചിരിച്ചു. എന്തായാലും മുൻവശത്തെ ഗാർഡൻ മനോഹരമായിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ നമുക്ക് ഒരുപാട് പണിയുണ്ടാകില്ല. പക്ഷേ മോളെ ഗൗരി, നീ അപ്പുറത്തെ വീട് കണ്ടോ? എന്ത് ഭംഗിയുള്ള ചെടികൾ അവിടെ നിൽക്കുന്നത്. അതെല്ലാം അവരെവിടെ നിന്ന് വാങ്ങിയതാണാവോ? കുര്യച്ചൻ ചേട്ടൻ ചോദിച്ചു. അറിയില്ല, പരിചയച്ചെങ്കിൽ ഒരു കൊമ്പൊക്കെ ചോദിക്കായിരുന്നു അല്ലേ? അങ്ങോട്ട് വന്നുകൊണ്ട് ത്രേസി ചേട്ടത്തി ചോദിച്ചു. അങ്ങനെ ചോദിച്ച തരുമോ? അവർ കാശ് കൊടുത്ത് വാങ്ങി വെച്ചതായിരിക്കില്ലേ, ഗൗരി പറഞ്ഞു. ചിലവരൊക്കെ തരാറുണ്ട്. നോക്കാം, ആദ്യം നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടണ്ടേ, അമ്മച്ചി അങ്ങോട്ട് വന്നുകൊണ്ട് ചോദിച്ചു. തീർച്ചയായിട്ടും പരിചയപ്പെടണം. നമുക്ക് അതിനുവേണ്ടി നാളെ അങ്ങോട്ട് ഇറങ്ങാം. നമ്മുടെ എല്ലാ അയൽവക്കക്കാരെയും ഒന്ന് പോയി കാണാം, സംസാരിക്കുകയും ചെയ്യാം, അന്നക്കുട്ടി വന്നുകൊണ്ട് പറഞ്ഞു. പിന്നീട് എല്ലാവരും വേഗം തന്നെ ഭക്ഷണമെല്ലാം ഉണ്ടാക്കി. 6 മണി കഴിഞ്ഞതും അവിടെ ഈശ്വര പ്രാർത്ഥന ചൊല്ലി. അപ്പോഴാണ് ഗേറ്റ് തുറക്കുന്ന ശബ്ദം കേട്ടത്. സണ്ണി ചെന്ന് നോക്കിയപ്പോൾ അലക്സ് ആയിരുന്നു. കൂടെ ശ്യാമും ഉണ്ട്. സണ്ണിയെ കണ്ടതും ശ്യാമും അലക്സും വന്ന് കെട്ടിപ്പിടിച്ചു. എത്ര നാളായിടെ കണ്ടിട്ട് എന്ന് ചോദിച്ചു. കണ്ടില്ലെങ്കിൽ എന്താ, എന്നും ഫോൺ വിളി ഉണ്ടായിരുന്നല്ലോ, അലക്സ് പറഞ്ഞു. എന്നാലും ശരിക്കും നിങ്ങൾ മിസ് ചെയ്തു, സണ്ണി പറഞ്ഞു. ശരിക്കും ഞങ്ങളാണ് നിന്നെ മിസ് ചെയ്തത്. ഞങ്ങൾ 2 പേരും ഇവിടെയുണ്ട്. നീയും ആനന്ദുമാണ് പിന്നെ വേറെ സ്ഥലത്ത്.
പക്ഷേ ആനന്ദ് ഇടയ്ക്ക് വന്ന് കാണാറുണ്ട്. നിന്നെയാണ് കുറച്ചുകൂടി കിട്ടാൻ താമസം. വല്ലപ്പോഴും വന്നുകൊണ്ടിരുന്നവൻ പിന്നെ ഒട്ടും വരാതെയായി. എവിടെ ഗൗരി കൊച്ച്? കാണാൻ വേണ്ടി ഓടി വന്നത് ഞങ്ങൾ. അലക്സ് പറഞ്ഞു. വാ, അകത്തുണ്ട്. അല്ല, നിന്റെ മക്കളോ? എല്ലാവരും ഉണ്ട്, ഇങ്ങോട്ട് വാടാ എന്ന് പറഞ്ഞുകൊണ്ട് സണ്ണി അവരെ രണ്ടുപേരെയും അകത്തേക്ക് കൊണ്ടുപോയി. അപ്പോഴാണ് അലക്സ് പെട്ടെന്ന് അപ്പുറത്തെ വീട്ടിലേക്ക് നോക്കുന്നത്. അവിടെ ജനലിൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു സ്ത്രീയെ അവനും കണ്ടു. അവൻ അവിടെ തന്നെ നിന്ന് നോക്കിയതും ജനൽ കട്ടൻ വലിച്ചിട്ടുകൊണ്ട് അവർ മറഞ്ഞു. അവൻ നോക്കി നിൽക്കുന്നത് കണ്ടതും സണ്ണി, അവിടെ ഉണ്ടായിരുന്നു അല്ലടാ? സണ്ണി ചോദിച്ചു. ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അലക്സ് അകത്തേക്ക് കയറി. പിന്നെ അകത്തുള്ള എല്ലാവരെയും അവന് പരിചയപ്പെടുത്തി കൊടുത്തു. ദേ, ഇതാണ് നിങ്ങൾ കാണാൻ ആഗ്രഹിച്ച എൻ്റെ ഭാര്യ ഗൗരി. ഗൗരി സണ്ണി ഡേവിഡ് ജോർജ്. സണ്ണി പറഞ്ഞു. നീ പറയാതെ ഞങ്ങൾക്ക് അറിയാലോ. കുറേ നാളായി കണ്ടിട്ടെന്നുള്ളൂ. കോളേജിൽ വെച്ച് പലപ്പോഴും കണ്ടിട്ടുണ്ടല്ലോ നീ ഈ കുട്ടിയുടെ പുറകെ നടക്കുന്നത്. അലക്സ് പറഞ്ഞതും, അതിന് നിങ്ങൾ പോലീസ് ഓഫീസറായിരുന്നില്ലേ? പിന്നെ ഈ ചേട്ടൻ എന്തായിരുന്നു? സോഫ്റ്റ്വെയർ എഞ്ചിനീയർ. അപ്പം എങ്ങനെയാ അധ്യാപകനായ സണ്ണിച്ചായൻ്റെ ഒപ്പം നിങ്ങൾ കോളേജിലുണ്ടായിരുന്നോ? റോസ്മേരി ചോദിച്ചു. ഇല്ല എൻ്റെ പെങ്ങളെ, ഇവനെ ഇടയ്ക്ക് ആദ്യമായിട്ട് വന്ന സമയത്ത് കോളേജിൽ കയറുന്നതിന് മുമ്പ് ഈ പെങ്കൊച്ച് പോകുന്നത് കാണാൻ വേണ്ടി ആ കോളേജ് അന്വേഷണം നടന്നിരുന്നു. അങ്ങനെ പലപ്പോഴും കണ്ടിട്ടുണ്ട് കോളേജിന് മുന്നിൽ കിടന്ന് ഇവൻ വട്ടം കറങ്ങുന്നത്. പിന്നെയല്ലേ അവൻ അവിടേക്ക് കയറിയത്, അതും അവൾക്ക് വേണ്ടി. എന്തായാലും ഇവൻ്റെ ചുറ്റിക്കറക്കവും പിന്നെ രാവിലെ ഈ കൊച്ച് അമ്പലത്തിൽ പോകുമ്പോൾ പുറകെയുള്ള പോക്കുമെല്ലാം ഞങ്ങൾ ഒരുപാട് കണ്ടിട്ടുള്ളതാണ്, അലക്സ് പറഞ്ഞു. അയ്യേ, ഇച്ചാൻ ഇത്ര പൈങ്കിളിയായിരുന്നോ? റോസ്മേരി ചോദിച്ചു. അതെ, നീയേ ഇവൻ്റെ പുറകെ നടന്ന അത്രയും പൈങ്കിളിത്തരം ഞാൻ ചെയ്തിട്ടില്ല. പിന്നെ ആദ്യം കയറി പ്രപ്പോസ് ചെയ്തത് ഞാനാണ്, അല്ലാതെ നിന്നെപ്പോലെ ചാടിക്കേറി ചേട്ടാ എനിക്ക് ചേട്ടനെ ഇഷ്ടമാണ്, കെട്ടിയില്ലെങ്കിൽ ഞാൻ തൂങ്ങിച്ചാവും എന്ന് പറഞ്ഞ് ഇവനെ ഭീഷണിപ്പെടുത്തി പ്രേമിച്ചതല്ല കേട്ടോ, സണ്ണി പറഞ്ഞു. ഒന്ന് പോടവേ, താൻ ആദ്യം ചെന്ന് ഞങ്ങളുടെ ഗൗരിയെടുത്തിയോട്, ദേ ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു, എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരുന്നെങ്കിലേ പണ്ടേ ഇതുപോലത്തെ 2 എണ്ണം കൂടി ആ വീട്ടിലുണ്ടായാനേ. ഇത് പേടിച്ച് വിറച്ച് നിന്ന് എന്തോ ദൈവാനുഗ്രഹം കൊണ്ടും പിന്നെ ഞങ്ങളുടെ റോസിയമ്മച്ചിയുടെയും മരിച്ചുപോയ അപ്പച്ചൻ്റെയും പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് മാത്രം തിരിച്ചു കിട്ടിയതാ. അതിൻ്റെ ഒരു അഹങ്കാരം കണ്ടില്ലേ? റോസ്മേരി പറഞ്ഞു. ഇതെന്ത് സാധനം എന്നുള്ള രീതിയിലായിരുന്നു അലക്സും ശ്യാമും നോക്കിയത്. എടാ പേടിക്കണ്ട, അതനുഭവിക്കാനുള്ള ആള് ഇവിടെയുണ്ട് എന്ന് പറഞ്ഞ് സണ്ണി സെബിയെ കാണിച്ചു കൊടുത്തതും അലക്സും ശ്യാമും അവനെ ദയനീയമായി നോക്കി. ഇതിലും വലുത് ഒന്നുമില്ല, അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക, അലക്സ് സെബിയോട് പറഞ്ഞു. ഞങ്ങൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് ശ്യാമും പറഞ്ഞു. അവരുടെയെല്ലാം സംസാരം കേട്ട് ചിരി കടിച്ചു പിടിച്ച് നിൽക്കുകയാണ് സാന്ദ്രയും ഗൗരിയും അമ്മച്ചിയും അന്നക്കുട്ടിയുമെല്ലാം. വാ മക്കൾ ഇവിടെ ഇരിക്കുക, എന്നിട്ട് സംസാരിക്കുക. ത്രേസിയെ, ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടോ, അമ്മച്ചി പറഞ്ഞു. അല്ല, എവിടെ ഞങ്ങളുടെ കുട്ടികൾ? ഞങ്ങൾക്ക് ആദ്യം കാണേണ്ടത് അവരെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ താഴെ ഒരു ബെഡ് ഇട്ട് കിടത്തിയിരിക്കുകയാണ് 2 കുട്ടികളെയും. അവർ 2 പേരും വന്ന് മക്കളുടെ അടുത്തിരുന്നു. ശരിക്കും ഒരുപോലെ തന്നെയുണ്ടല്ലേ? പക്ഷേ ആൺകുട്ടിയും പെൺകുട്ടിയാണ്. അപ്പോൾ ഒരുപോലെ വരുമോ എന്ന് ശ്യാം ചോദിച്ചു. അറിയില്ല, ശരിക്കും ഞങ്ങളും എക്സൈറ്റ്മെൻറ്റിലാണ്. ആദ്യം ഇത്രയും മുഖസാദൃശ്യം ഉണ്ടായില്ല, ഇപ്പോഴാണ് കൂടിക്കൂടി വരുന്നത്, അമ്മച്ചി പറഞ്ഞു. എന്തായാലും ദേ, ഞങ്ങളുടെ സണ്ണിയുടെ മക്കൾക്ക് വേണ്ടി ഒരു കുഞ്ഞ് ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്നും ശ്യാമും അലക്സിൻ്റെ പോക്കറ്റിൽ നിന്നും അവനും ഒരു ബോക്സ് എടുത്തു. അവർ അത് തുറന്ന് അതിൽ നിന്നും വളയെടുത്ത് 2 പേരുടെയും കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. ഗൗരി അവരെ തന്നെ നോക്കി നിന്നു. അതെ, ഇന്ന് ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി കേട്ടോ, എല്ലാവർക്കുള്ള ഫുഡ് റെഡിയാക്കിയിട്ടുണ്ട്, അവർക്കുള്ള ചായയുമായിട്ട് വന്നുകൊണ്ട് ചേട്ടത്തി പറഞ്ഞു. ഇതല്ലേ സണ്ണി നീ പറയാറുള്ള ത്രേസി ചേട്ടത്തി? അലക്സ് ചോദിച്ചു. അതെ ചേച്ചി, ഇടിയിറച്ചി കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് അലക്സ് ചോദിച്ചതും ഉവ്വ് കൊണ്ടുവന്നിട്ടുണ്ട്, എങ്ങനെ മനസ്സിലായി? ചേട്ടത്തി ചോദിച്ചു. അയ്യോ എൻ്റെ ചേട്ടത്തി, ഇന്ന് അതിൻ്റെ എല്ലാ സ്പെഷ്യലുണ്ടോ? ശ്യാം ചോദിച്ചു. ഉണ്ട് മക്കളെ, എല്ലാം റെഡിയാണ്. എന്നാൽ പിന്നെ ഇനി ഡിന്നർ കഴിച്ചിട്ട് ഞങ്ങൾ പോകുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവർ ചായ എടുത്ത് കുടിച്ചു.
കുറച്ചു നേരം കൂടി എല്ലാവരും ഇരുന്ന് സംസാരിച്ചു. സണ്ണി, നീ ആനന്ദിനെ വിളിച്ചിട്ട് അവൻ എന്താ പറയുന്നത്? ഞാൻ പറഞ്ഞില്ലേ അലക്സ്, അവൻ ബിസിയാണ്, ഇവിടെ ഇല്ല, പർച്ചേസിങ്ങിന് പോയേക്കാണെന്നൊക്കെ പറയുന്നത്, സണ്ണി പറഞ്ഞു. ഞാൻ എന്തായാലും അവനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞ് ഫോൺ എടുത്ത് അലക്സ് ആനന്ദിനെ വിളിച്ചു. അല്പസമയം റിങ് ചെയ്തതിന് ശേഷമാണ് ഫോൺ എടുത്തത്. ആനന്ദ്, നീ ഇതെവിടെയുണ്ട്? അലക്സ് ചോദിച്ചു. ഞാൻ വയനാട്ടിലാണടാ. എന്താടാ? ആനന്ദ് ചോദിച്ചു. അപ്പോൾ നീ അറിഞ്ഞില്ലേ സണ്ണിയും ഫാമിലിയും എല്ലാം തൃശ്ശൂർക്ക് വന്ന കാര്യം? അലക്സ് ചോദിച്ചു. ആ, ഞാൻ അറിഞ്ഞു. അവൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? നീ കണ്ടോ അവനെ? ആനന്ദ് ചോദിച്ചു. ആനന്ദ് അത് പറഞ്ഞതും അലക്സ് സണ്ണിയെ നോക്കി. നീ പറഞ്ഞിരുന്നോ എന്നുള്ള ചോദ്യം അവൻ്റെ മുഖത്തുണ്ടായിരുന്നു. സണ്ണി ഇല്ല എന്ന് തലയണക്കി. ഇല്ലടാ, ഞാനേ അവനെ കണ്ടിട്ടില്ല. അവനെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു എത്തിയെന്ന് പറഞ്ഞിട്ട്. അടുത്ത ദിവസം അവനെ പോയി കാണണം. ഞാൻ കുറച്ച് തിരക്കാണ്. ഒരു കേസന്വേഷണത്തിൻ്റെ ഭാഗവുമായിട്ട് ഇത്തിരി തിരക്കാണ്. പിന്നെ ശ്യാമും കൂടി വന്നിട്ട് വേണം ഒരുമിച്ച് പോയി കാണാമെന്ന് കരുതുന്നു. അവൻ്റെ മക്കളെ കണ്ടിട്ടില്ലല്ലോ, ഒന്ന് കാണണം. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ്. അവൻ അത്രയും ആഗ്രഹിച്ച് കാണാതെ പോയിട്ടും അവൻ്റെ കയ്യിലേക്ക് തന്നെ കിട്ടിയതല്ലേ. അതുകൊണ്ട് അധികം വൈകാതെ തന്നെ അവൻ്റെ മക്കളെ കാണാൻ പോകണം. പിന്നെ നഷ്ടപ്പെട്ടു എന്ന് കരുതിയ അവൻ്റെ പ്രണയം ഗൗരി. കുറേ നാളുകൾക്ക് ശേഷം ആ പെൺകുട്ടിയെയും ഒന്ന് കാണണം എന്ന് അലക്സ് പറഞ്ഞു. ആ, ഞാൻ ശ്യാമുണ്ട് ഇവിടെ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് വേഗം തന്നെ അലക്സ് ഫോൺ ശ്യാമിന് കൊടുത്തു. എത്ര സമയം അവനെ കൊണ്ട് സംസാരിപ്പിക്കാൻ പറ്റുമോ അത്രയും സമയം സംസാരിപ്പിക്കണം. കേട്ടല്ലോ? അലക്സ് പറഞ്ഞു. എന്ന് പറഞ്ഞ് പിന്നീടുള്ള സംസാരം ശ്യാമും ആനന്ദും തമ്മിലായി. ആ സമയം കൊണ്ട് അലക്സ് വിളിച്ച് അവൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് അന്വേഷിച്ചു. അവൻ്റെ ലൊക്കേഷൻ തൃശ്ശൂർ തന്നെ കാണിക്കുന്നത് കണ്ടതും സണ്ണിയും അലക്സും പിന്നെ അവൻ്റെ കൂടെ തന്നെ നിന്ന് സംസാരിച്ചു കൊണ്ട് നിന്ന ശ്യാമും പരസ്പരം നോക്കി. നീ എന്നാ ഇനി തൃശ്ശൂർക്ക് വരുന്നത്? നിൻ്റെ ഷോപ്പിലേക്ക് ലോഡ് എടുക്കാൻ വരുന്നത് തൃശ്ശൂരിൽ നിന്നല്ലേ എന്ന് സണ്ണി ചോദിച്ചതും ആ അതെ, ഞാൻ കുറച്ച് ദിവസം കഴിയുമ്പോൾ എത്തും, എത്തിയിട്ട് കാണാടാ നമുക്ക് എന്ന് പറഞ്ഞ് ആനന്ദ് ഫോൺ കട്ട് ചെയ്തതും കണ്ടോ, അവൻ ഇവിടെയുണ്ട്. ഉണ്ടായിട്ട് പോലും അവൻ തെളിച്ച് പറയുന്നില്ല. അവൻ എന്താ ഉദ്ദേശിക്കുന്നത്? അവൻ്റെ മനസ്സിൽ എന്താണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു വല്ലാത്തൊരു മിസ്റ്ററി തോന്നുന്നു അവൻ്റെ കാര്യത്തിൽ. എനിക്ക് സത്യത്തിൽ വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. കൂടെ നിന്ന് അവൻ ചതിക്കുകയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും നമ്മൾ ചതിക്കുകയാണോ അവൻ? ശ്യാം ചോദിച്ചു. ഇല്ല, നമ്മളെ ചതിക്കുന്നതല്ല. പക്ഷേ അവൻ ചെയ്യുന്നത് ഒരു സഹായമാണ്. അത് നമുക്കൊരു ചതിവായിട്ട് തോന്നുന്നതാണ്. അത് മാറണമെങ്കിൽ അവൻ്റെ ഭാഗം കേൾക്കണം. അവൻ്റെ ഭാഗം മാത്രമല്ല, അവൻ കൂടെ നിർത്തിയിരിക്കുന്ന ആളുടെ ഭാഗവും കൂടി നമുക്ക് കേൾക്കണം. സണ്ണി ആ വീട്ടിലേക്ക് തന്നെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അപ്പോഴേക്കും ഒരു ആഡംബര കാറ് ആ വീടിൻ്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുന്നത് സണ്ണി കണ്ടു. സണ്ണിയുടെയും അലക്സിൻ്റെയും ശ്യാമിൻ്റെയും കണ്ണുകൾ അങ്ങോട്ട് പോയി. യെസ്, അതാണ്, ആ വരുന്നതാണ് നീ കാണാൻ ആഗ്രഹിച്ച് നടന്ന ആള്, അനന്തപത്മനാഭൻ. അതായത് ഈ തൃശ്ശൂർ ടൗണിൽ തന്നെ ജ്വല്ലറികൾ, ടെക്സ്റ്റൈൽസുകൾ, അങ്ങനെ ഒത്തിരി ഷോപ്പുകളുണ്ട്, പല ബിസിനസ്സുകളുണ്ട്. അമേരിക്കയിലാണ് മക്കളെല്ലാവരും. അതിൽ അത്രയും പറഞ്ഞ് അലക്സ് സണ്ണിയെ നോക്കി. അപ്പോഴേക്കും ആ ആഡംബര കാറിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങുന്ന ആളെ സണ്ണി കണ്ടു. മുറ്റത്തെ ലൈറ്റിൻ്റെ പ്രകാശത്തിൽ സണ്ണി കണ്ടു. കസവ് മുണ്ടും കസവ് ഷർട്ടുമിട്ട ഒരു 50 വയസ്സോളം പ്രായം തോന്നിക്കുന്ന ഒരാൾ. കാണാൻ തന്നെ ഒരു അതിഗാംഭീര്യം തോന്നുന്നു, ഐശ്വര്യം തോന്നുന്നു. സണ്ണി അങ്ങോട്ട് നോക്കി നിന്നപ്പോൾ തന്നെയാണ് അവിടെ നിന്നും അനന്തപത്മനാഭനും സണ്ണിയെ നോക്കുന്നത്. സണ്ണി അയാളെ നോക്കി. അവിടെ നിൽക്കുന്ന സണ്ണിയെയും മറ്റുള്ളവരെയും കണ്ട് അനന്തപത്മനാഭൻ അകത്തേക്ക് കയറിപ്പോയി. അപ്പോൾ ഇനി കാണേണ്ടത് അവിടുത്തെ അമ്മയാണ് അല്ലേ? അലക്സ് ചോദിച്ചു. ഞാൻ കണ്ടു, സണ്ണി പറഞ്ഞു. അത് കേട്ട് അലക്സും ശ്യാമും അവനെ നോക്കി. വൈകിട്ട് ഞങ്ങളെല്ലാവരും പുറത്തിരുന്ന് ചായ കുടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മക്കളെ തന്നെ നോക്കിക്കൊണ്ട് അവിടെ അവരുണ്ടായിരുന്നു. സണ്ണി ആ സ്ത്രീ നിന്ന സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊണ്ട് പറഞ്ഞു. എന്തായാലും ഒളിച്ചു കളിച്ച് നടക്കാൻ ഇനി അധികം സമയമില്ല. വർഷങ്ങളാണ് രണ്ടു കൂട്ടർക്കും നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ അവരെ അറിയിക്കണം. അവരെ മാത്രമല്ല, എല്ലാവരെയും അറിയിക്കണം.
അതിനാണ് ഇനി നമ്മുടെ ടാസ്ക്. അവർ സ്വീകരിക്കാൻ തയ്യാറായിരിക്കും. പക്ഷേ ആ പക്ഷേ എന്താണെന്ന് എനിക്കറിയാം, സണ്ണി പറഞ്ഞു. സണ്ണി, നീ ആദ്യം അവളോടൊന്ന് സംസാരിക്കുന്നതല്ലേ കുറച്ചുകൂടി നല്ലത്. പെട്ടെന്നുള്ള ആ ഷോക്ക് അവളിൽ നിന്നും ഒരു പരിധിവരെ അതുകൊണ്ട് കുറയ്ക്കാൻ പറ്റും, അലക്സ് പറഞ്ഞു. ഞാനും അത് ആലോചിക്കുന്നുണ്ട്. അവളോട് പതിയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താലോ എന്നും. പെട്ടെന്നുള്ള ഒരു ഷോക്ക് അവൾക്കും വേണ്ടെന്ന് തോന്നുന്നു. അതായിരിക്കും നല്ലത് അല്ലേ, സണ്ണി ചോദിച്ചു. അതെ, സമയവും സാഹചര്യവും ഒത്തുവന്നാൽ നീ ആദ്യം പറഞ്ഞു കൊടുക്ക്. എന്നിട്ട് നമുക്ക് അവരുടെ വീട്ടിൽ പോയി കാണാം. അതാണ് നല്ലത്, ശ്യാമും പറഞ്ഞു. അത് ശരിയാണെന്ന് സണ്ണിയും ശരിവെച്ചു. പിന്നീട് അങ്ങോട്ട് എല്ലാവരും ഇരുന്ന് സംസാരിച്ചു. അലക്സും ശ്യാമും അന്ന് രാത്രി ഭക്ഷണവും കഴിച്ചിട്ടാണ് അവിടെ നിന്ന് പോയത്. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.